അവള് 4 പേരുടെ അന്തരീക്ഷത്തിലേക്ക് ചെന്നു. എന്താ അത് മനസ്സിലായില്ല? 6 മാസം അച്ഛനാകും പരിശോധിക്കും. മറ്റാരും കാണാതെ കുഞ്ഞിന്റെ കാല് പിടിച്ചു നോക്കും, അവന്റെ കാലം നോക്കും. വലിയ കുഴപ്പമില്ല. പക്ഷെ കണ്ണ് കണ്ടിട്ട് മൂറ്റാനും ദോഷം. ശ്വാസമൊക്കെ മനസ്സിലേക്കുന്ന ശരിയാ. തിരിഞ്ഞു കൊണ്ടുപോകും. വേദനയുണ്ടോ? ഉണ്ടല്ലോ. നിങ്ങൾക്ക് ടെലഗ്രാം അതിന്റെ മരുന്നും ഒപ്പിട്ട് കൊടുത്തു. ടെലഗ്രാം അടിച്ചു. പോസ്റ്റ്മാൻ പോയി. അവള് കുഞ്ഞിനെ മരപ്പെടുത്തിരിക്കുന്നു. അവനെ കവർ പിടിച്ചു. അവള് കുഞ്ഞിനെ കൊണ്ട് എന്താ ഒരു പ്രയാസം പറയും? എന്താ മുഖമല്ലാതെ എന്താ? അതൊന്നുമില്ല. നാളെ രാവിലെ 8 മണിക്ക് ഞാൻ പുറപ്പെട്ടേ പറ്റുള്ളൂ. ഇവിടെ അവള് കുഞ്ഞിനെ കൊണ്ട് തൊട്ടിരിക്കണം. എവിടെ? ട്രെയിനിങ് ക്യാമ്പിലേക്ക്, മിലിറ്ററി ക്യാമ്പിലേക്ക്. ആ കുട്ടി കരയാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് പോകണം. അപ്പൊ നിങ്ങളും തട്ടിപ്പതിച്ച് ചെയ്യാനാണോ? എന്താ പറയുന്നത്? എന്താ പറയുന്നത്? എന്റെ ഭർത്താവ് മറ്റാർക്ക് പോയതെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളിവിടെ പോയായിരിക്കും പോയാൽ പറ്റും. എനിക്കറിയില്ല. കണ്ണീരിന്റെയുമായി അർത്ഥം കാമുകിയായ ഭാര്യയ്ക്കും ലഭിക്കാതായി. ഒരു ദൈവവും ഒരു ചക്രവർത്തിയും കൂടെ ചെയ്യുന്ന ശല്യം നോക്കണം. അവൻ പോയി. പോകുമ്പോൾ അവന്റെ ദുഃഖം തന്റെ ഭാര്യ, കാമുകിയായ ഭാര്യ എവിടാ താമസിക്കുന്നത്? അസ്തരേഖ പരിശോധിക്കുന്ന എന്റെ വീട്ടിൽ. അവൻ ട്രെയിനിങ് ക്യാമ്പിലെത്തി. അതേ സമയത്ത് അവന്റെ യഥാർത്ഥ ഭാര്യ നഗല്യ ആ വൈരവും ഉപേക്ഷിച്ചു. എല്ലാ വൈഭവവും മറന്നു തിരിച്ചവൻ അവന്റെ വീട്ടിൽ വന്നു. നമ്മുടെ കഥയുടെ പ്രധാന ഭാഗത്തിലേക്ക് കിടക്കാൻ പോവാൻ നിലയ്ക്ക് 1-2 പാട്ട്. ട്രെയിനിങ് ക്യാമ്പിലെത്തിയ ഇന്ദ്രവരെ ായി യഥാർത്ഥനായ കാമുകന്റെ മട്ടിലാണ് ഇത്. അവൻ കണ്ടാൽ ഒരു പട്ടാളക്കാരനാണെന്ന് പറയില്ല. അവന്റെ ദുഃഖം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. അവന്റെ കാമുകിയായ ഭാര്യ അവൻ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലത്താണ് ജീവിക്കുന്നത്. അവനെ കൂടുതൽ ദുഃഖിക്കുന്നത് ഈ ട്രെയിനിങ് ക്യാമ്പിലെ ജീവിതം. ഇവിടെ അവരുടെ പൂർവികരൊക്കെ അഭികാമ്യമായി കരുതിയ ഈ ജീവിതം അങ്ങനെയാണെന്ന് അവന് തോന്നുന്നില്ല. കാരണം 10 മത്സരങ്ങൾ പഠിപ്പിക്കുന്നവർ തന്നെ അത് ലംഘിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.
അങ്ങനത്തെ അവന്റെ അച്ഛൻ അവന്റെ മനസ്സിന് ജീവിതത്തെ സംബന്ധിച്ച ധാരണകൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ബൈബിളിലെ വാക്യങ്ങൾ പകർന്നു കൊടുത്താൽ അദ്ദേഹം എന്തെല്ലാം പറഞ്ഞു അതൊക്കെ ഇവിടെ ലംഘിക്കപ്പെടുന്നു. ചില ദിവസങ്ങളിൽ മദ്യപിക്കാം, ഉണ്ടാവാൻ ശരിയായി മദ്യപിക്കാം, ചില ദിനങ്ങളിൽ വൃത്തിക്കെട്ടി സ്ഥലങ്ങളിലേക്ക് പോകാം, അങ്ങനെയുള്ള അനുവാദങ്ങളൊക്കെയുണ്ട്. മറ്റു കൽപ്പനകൾ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് തന്നെ അവിടെ ലഭിക്കുന്നു. ഒരു ദിവസം ലീഗ് വെക്കുമ്പോൾ സംഭവം ഉണ്ടായി. സംസ്ഥാനങ്ങളിൽ ആ ക്യാമ്പിന്റെ തൊട്ട് മുമ്പിൽ ബാലൻസിന്റെ തോക്ക് പിടിച്ച് അവൻ ലീഗ് നോക്കുക. അപ്പുറത്ത് ആ കാമ്പൗണ്ട് വാളിന് ഇപ്പുറം ഒരു കെട്ടിടത്തിന്റെ മറുവശം ഇടുങ്ങിയ സ്ഥലത്ത് എന്തോ ചില സംഭാഷണങ്ങൾ കേൾക്കും. മൂളലും കരഞ്ഞലും നിലവിളിയും കേൾക്കും. പോയി നോക്കാനൊക്കെ ലീഗ് നിൽക്കുക. ഇത് അവരാളോട് വരും. കുറച്ച് കഴിഞ്ഞ് വേറൊരാൾ പോയി, കുറച്ച് കഴിഞ്ഞാൽ വിളിക്കുന്നു വേറൊരാൾ പോയി. ഇങ്ങനെ 5-6 ആളുകൾ അങ്ങോട്ട് പോകുന്നത് തിരിച്ചു വരുന്നുണ്ട്. വരുന്ന വരട്ടെ ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ എന്ന് കണ്ടത് രക്തത്തിൽ കുളിച്ചുടിച്ച് കിടക്കുന്ന ഒരു സാധുവിനെ കുട്ടിയാണ്. ഇങ്ങനെ ചുമ്മാ കുറിച്ചും മദ്യപിച്ചും വ്യതിരിച്ചും നയിക്കാനാണ് അവന്റെ പൂർവികരൊക്കെ ഈ കൊട്ടാക്കി ജീവിതം നയിച്ചതും അവൻ ദൈവത്തിന്റെ വേണ്ടി ചക്രവർത്തിയുടെ ലോകത്തിലെ എങ്ങനെയൊന്നും കുടിച്ചൊക്കെ കഴിയുന്ന ഈ പട്ടാള ക്യാമ്പിൽ വലിയ ദുരിതാർത്ഥമേ അവരുടെ ചക്രവർത്തി ദൈവത്തിനായ ചക്രവർത്തി അയൽരാജ്യമായ ആസ്ട്രിയ രാജ്യത്തിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാവരും ബൈബിളിൽ ധാരണം കൊടുത്ത് ആ ട്രക്കിൽ പോയി റെയിൽവേ സ്റ്റേഷനിലെത്തി. എല്ലാവരും ട്രെയിനിൽ ആ ട്രെയിൻ പടക്കുളത്തിലേക്ക് അതിനോട് ഇവിടെ 100 കണക്കിൽ പ്രവർത്തനം ചക്രവർത്തിക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യാൻ തയ്യാറായി സംരക്ഷണായിക്കൊള്ളും സന്തുഷ്ടരായിക്കൊള്ളും ആ വിമാനത്തോടുകൂടി സാധിക്കുന്നതിന് പടക്കളത്തുനിന്ന് വന്ന കത്ത് മോളെ തന്നെ ഈ കത്തൊന്ന് വായിച്ച് ഇത് കേരളത്തിന്റെ കത്താണ്. വായിച്ചു മോളെ. മൂപ്പിലാന്റെ കണ്ണ് പറഞ്ഞു. തന്നോട് പറഞ്ഞിട്ടുള്ള മകൻ താൻ ആശയത്തിയ ആ മകൻ വടക്കാർക്ക് കത്തായിരുന്നു. വായിക്കും മോളെ. ബഹുമാനപ്പെട്ട അച്ഛൻ അറിയുന്നത് അവനിപ്പോഴും എന്നോട് ബഹുമാനം അമ്മ അച്ഛാ നമ്മുടെ സൈന്യം ജയിച്ച് മുന്നേറുകയാണ്.
പക്ഷെ നമ്മൾ ജയിക്കുകയാണ്. ശത്രു സൈന്യം പിന്തിരിഞ്ഞോടുന്നു. അവരുടെ 4 പട്ടണങ്ങൾ ഞങ്ങൾ തിരിച്ചടക്കി കഴിഞ്ഞു. ഞങ്ങളിപ്പോഴൊരു നദി കടക്കുകയാണ്. അച്ഛാ, ഞാൻ മുൻപറിയില്ല. അത് കേട്ടപ്പോ വളർന്ന മുമ്പിൽ പറഞ്ഞു, അവൻ എന്റെ മോനാ, അവൻ മുമ്പ് നീണ്ടതാണ്. അച്ഛാ, ഇവിടെ എല്ലാവർക്കും സുഖമാണ്, വീട്ടുകേട്ടനും സുഖമാണ്. അവിടെ അച്ഛനും അമ്മയ്ക്കും കന്യപ്പെണ്ണിനും സുഖമെന്ന് വിശ്വസിക്കുന്നു. 50 രൂപ കൂടി ആയിരുന്നു. 50 രൂപ കൂടി ആയിരുന്നു. 25 രൂപ അച്ഛന്റെ ആവശ്യം എടുത്തുകൊള്ളണം. ബാക്കി കന്യപ്പെണ്ണിന് സാരി മേടിക്കാൻ എന്ന് സ്വന്തം മകൻ. ഈ കത്ത് വായിക്കുമ്പോ ആ വാതിൽ പറഞ്ഞൊരു ചെയ്തിട്ടുണ്ട്. നഗരയ്ക്ക് സുഖാണെന്ന് യോജിച്ചിട്ടില്ല. അവളോട് നമുക്കറിയില്ലേ? അവൾ വീട്ടിൽ തിരിച്ചു വന്നിട്ട് നമുക്കറിയാം. മനഃപൂർവ്വം അവൻ അവളെ ഒഴിവാക്കിയിരിക്കുന്നു. രണ്ടാഴ്ചകൾ വീണ്ടും കത്തും. മോളെ കൊഞ്ഞ് എന്താ ഈ കത്ത് ഇന്ന് വായിച്ചു നോക്ക്. എപ്പോഴ് ഗ്രഹിച്ചതിന്റെ കത്തില്ല, പിന്നെ വീട്ടിന്റെ കത്തുമല്ല, പിന്നെ ഇത് ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് വന്ന കത്താണ്. വായിച്ചു മൂപ്പർക്ക് പാപത്ത് കഴിയും. നെഞ്ഞത്തടിച്ച് കഴിയും. നാട്ടുകാരൊക്കെ ഓടിക്കൂടി. ഓടുന്നു. അവിടെ കൂടിയ സ്ത്രീകളുടെ പിന്നാലെ ഓടുന്നു. എന്ന് വിട്, ഞാൻ പോയി മരിക്കട്ടെ. സ്ത്രീകൾ ബലപ്രയോഗത്തോടെ കൊണ്ടുവന്ന് മത്സരത്തിന് പോയി. അന്നാണ് നാട്ടുകാർ മനസ്സിലാക്കിയത് ഈ പെണ്ണിൽ സാധാരണ പെണ്ണല്ല, മകന്റെ അസാധാരണ വ്യക്തിയാണെന്ന് ആളുകൾക്ക് എപ്പോഴാണ് മനസ്സിലായത്. തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭർത്താവ്, അയൽക്കാര്യം തട്ടിക്കൊണ്ടുപോയ ഭർത്താവ്, പടക്കുളത്തിൽ നിന്ന് കത്തയക്കാത്ത ഭർത്താവ്, അയക്കുന്ന കത്ത് കണ്ണുകൂട്ടിയ അക്ഷരം ഉണ്ടാത്ത ഭർത്താവ്, അവൻ ചെറുപ്പം ചാത്ത തൊഴിലേക്ക് തെളിയട്ടെ എന്ന് വിചാരിക്കുകയല്ല അവൻ ചെയ്തു. മനുഷ്യൻ അവിടെ വിശ്വാസം അതാണ്. മനുഷ്യൻ ചെയ്ത തെറ്റിനെ കുറിച്ച് എപ്പോഴെങ്കിലും പശ്ചാത്തപിക്കാതിരിക്കില്ല. തന്റെ ഭർത്താവ് തിരിച്ചു വരും. പശ്ചാത്താപം വിരുദ്ധനായി വരും. ഇന്നെ പ്രതീക്ഷിച്ച് പറയുന്നുണ്ടോ? ഇന്നെ പ്രതീക്ഷിച്ച് പറയുന്നുണ്ടോ? ഇത് ഞങ്ങളുള്ളൂ. ഇപ്പോഴും കേൾക്കാതെ മറുപടി. ഒരു ഗ്രാമവൃദ്ധൻ അവളെ ആശ്രയിപ്പിച്ചു. തന്നെ വഴിമാറിയൊഴുകുന്ന പുഴ പോലെ അല്ലയോ പഞ്ചത്തിരിയാൽ നിന്റെ ജീവിതം. വഴിമാറിയൊഴുകുന്ന പുഴ പോലെ അല്ലയോ പഞ്ചത്തിരിയാൽ മാറിയൊഴുകുന്ന പുഴ പോലെ അല്ലയോ പഞ്ചത്തിരിയാൽ നിന്റെ ജീവിതം. വഴിമാറിയൊഴുകുന്ന പുഴ പോലെ അല്ലയോ
പ്രവചിക്കാനാവുന്ന വിവാദം പാഴ്ത്തി പ്രകടത്തിലോ പ്രവചിക്കാനാവുന്ന വിവാദം പാഴ്ത്തി പ്രകടത്തിലോ വൈമാറിയൊഴുകുന്ന പുഴ പോലെ അല്ലയോ വഴിതെറ്റിയാൽ നിന്റെ ജീവിതം എന്റെ ജീവിതം പ്രവചിക്കാനാവുന്ന നിവാരണം പാഴ്ചി പ്രകടത്തിലോ പ്രവചിക്കാനാവുന്ന നിവാരണം പാഴ്ചി പ്രകടത്തിലോ വഴിമാറിയൊഴുകുന്ന പുഴ പോലെ അല്ലയോ വഴിതെറ്റിയാൽ നിന്റെ ജീവിതം. രണ്ടാഴ്ച കഴിഞ്ഞു. ആ വീട്ടിൽ ഇനി ആളുകൾ ഉച്ചത്തിൽ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. തന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോയി വീട്ടിൽ കത്തുണ്ടോ എന്നന്വേഷിക്കാൻ ഉണ്ടായിരുന്നു. അങ്ങനെ കത്തുണ്ടായി, വീട്ടിൽ കത്ത്. അവൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വീട്ടിനെ കത്ത് പൊട്ടിച്ച് നോക്കി. ഇതിലുണ്ടോ കരി പറയുന്നത് ഇതൊന്ന് വായിച്ച് നോക്ക്, ഈ കത്തൊന്ന് വായിച്ച് നോക്ക്. ഒരാളെ കത്തുന്നു എല്ലാവരും കേൾക്കാനുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ വായിച്ചറിയുന്നതിന് നമ്മുടെ ഗ്രഹറി മരിച്ചുപോയി എന്ന വാർത്ത ശരിയല്ല. മരിച്ചു എന്ന വാർത്ത ശരിയല്ല. അവൻ അടക്കളത്തിൽ വീഴുന്ന പലരും കണ്ടതാണ്. അവൻ വീണ്ടും കൊണ്ടുപോരാൻ വയ്യാത്ത മതിയപ്പോൾ ശത്രുക്കളാക്രമണം ദൂഷകരമായി. നമ്മുടെ സൈന്യം തിരിച്ചു വരുന്ന സമയവും ബോധം തെളിഞ്ഞപ്പോഴും അവൻ കണ്ടത് നക്ഷത്രങ്ങൾ പ്രകാശിച്ചു നിൽക്കുന്നതാണ്. അവൻ അവിടെ നിലയാൻ തുടങ്ങി. നക്ഷത്രങ്ങൾ നോക്കി തിരിച്ചു മനസ്സിലാക്കി അവൻ നിലയാൻ തുടങ്ങി. ഇറങ്ങി വരുമ്പോൾ അവനെപ്പോലെ മൂന്ന് കിടന്ന് ഇറങ്ങി നിൽക്കുന്ന പട്ടാളക്കാരനെ കൂടി തിരുവനന്തപുരത്തുകൊണ്ടാണ് അവൻ ക്യാമ്പിലെത്തിയത്. വീടിനടുത്തുള്ള മെഡൽ അവൻ സമ്മാനിക്കപ്പെട്ടിരുന്നു. അവന് പ്രകാശനത്തിനും സൈനികാശുപത്രി സുഖം പ്രാപിച്ചു വരുന്നു എന്ന് സ്വന്തം മകൻ പീറ്റർ നടന്നുമ്പോൾ പറഞ്ഞു, അവൻ എന്റെ മോനാടും, അവനെ കൊന്നാൽ ചാവത്തിലും ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടാകും എന്ന് മെഡിസിനെ കൂട്ടി മുമ്പിൽ സൂക്ഷിച്ചിരിക്കാം ഇതുപോലെ. എന്നിട്ട് അടുത്ത് വെക്കുമ്പോഴല്ല വൈകി പോണവരെയൊക്കെ തടഞ്ഞു വെക്കുന്ന മുമ്പിൽ പറയും, എവിടെ പോകുന്നു നിങ്ങളുടെ പിള്ളേർ എഴുത്തൊക്കെ വരുന്നുണ്ടോ? ഉണ്ട്. ഞാൻ ചെറുതറിയാവോ? അറിയാം. കൂട്ടി വായിച്ച അറിയാവോ? അറിയാം. ഞാൻ നല്ല എഴുത്തൊന്ന് വായിച്ചേ മുമ്പിലെടുത്ത് കൊടുക്കും. അത് വായിച്ചു തന്നവരെ മുമ്പിൽ ഇങ്ങനെ തലയാട്ടിയായിട്ട് നിൽക്കും. വായിച്ചു വരുമ്പോൾ മുമ്പിൽ ചോദിക്കും, മനസ്സിലായോ? ഏറിയ മനസ്സിലായോ? എന്റെ രണ്ടാമത്തെ മോൻ, മൂത്തൻ ടീച്ചർ, രണ്ടാമത്തൻ വേറെ എന്റെ കൂട്ടിരിക്കുക, മൂത്തനും എന്നെ തവണ കാര്യങ്ങളൊന്നും മെഡൽ കിട്ടിയോളൂ. മെഡൽ ഈ ബാങ്കിനെ ആദ്യം കിട്ടിയോ? എന്റെ മോൻ മെഡൽ അങ്ങനെ ഈ അന്നിനെല്ലാം ബുദ്ധിമുട്ടോ? അന്നിനെ നല്ല മുമ്പിൽ വിടില്ല. സകല ബന്ധുവും സ്വന്തമെല്ലാം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കും. ഇങ്ങനെ ഞാൻ എന്നെ സ്വന്തം ബന്ധിച്ച പോലെ എന്റെ അടുത്ത് ചോദിക്കുന്നു, സുഗോളിയൻ അറിയോ? ആര്? സുഗോളിയൻ. ഏത് സുഗോളിയൻ? മൂന്നാം മൂട്ട ആര്? രാമന്റെ ഉണ്ടാവും. ആര്? നമ്മുടെ NES ബ്ലോക്ക് ഇല്ലോ? NES ബ്ലോക്ക്. അവിടുത്തെ ജീപ്പ് അത് ഓടിക്കുന്ന കുമാരൻ. ഏത് കുമാരൻ?
നമ്മുടെ ദേവാലയമല്ലോ ഏതായാലും PWD അങ്ങനത്തോടൊന്ന് നമ്മുടെ കാര്യമില്ലേ കുമാരന്റെ ഭാര്യയുടെ ജേക്കബ്യവസ്ഥാവും ഒരു രക്ഷയില്ല. ഞാനൊന്ന് സമ്മതിച്ചു. അവിടെ പിടിച്ചിട്ടാണ് മുസ്ലിം മുറിക്കാം. എന്റെ രോഗി എന്താമത്തെ പോലെ നമുക്കൊരു കാര്യം ചെയ്യാം. സൈനിക ആശുപത്രി അവിടെ ഉണ്ട്. ഇതാ സൈനിക ആശുപത്രി. 500 കിടക്കുകളിലായി കൊണ്ടിട്ടിരിക്കുന്നു. പാവപ്പെട്ടവന്റെ മക്കളെ ചവറ് പോലെ വായിക്കൊണ്ടിരിക്കുന്നു. പടക്കളക്കുന്നു. ദൈവവും ചക്രവർത്തി കൂടെ ഏർപ്പെടുത്തി വെച്ചിരിക്കുക. ഒരുത്തനെ ലൈലാതെ വരാൻ വെച്ചിരിക്കുന്നു. അവനടക്കം വിളിക്കുന്നു. എന്റെ എന്താ എന്താണ് ഒന്നും വേണ്ടാന്ന് പോയാ മതി. അതിനടുത്ത ബെഞ്ചിൽ തലവില്ലാതെ കെട്ടി തൂക്കിച്ചിരിക്കും. 4 ദിവസം വരെ ഡാക്ടർമാരെടുത്തിട്ടുണ്ട്. അവന്റെ തലയിൽ ഒരു വെടിയുണ്ട പോയെന്നാ പറഞ്ഞു. തപ്പുക 4 ദിവസം കൊണ്ടിട്ട് തപ്പുന്നു. ഒരു ദിവസം നിർത്താനായപ്പോ പ്രധാന ഡാക്ടർ പറഞ്ഞു എവന്റെ തലയിലല്ല. മറ്റേ ഡാക്ടർ പറഞ്ഞു ആരുടെ തലയിലായാലും വെടിയുണ്ട എടുക്കരുത്. കാരണം ഗവൺമെന്റുള്ള വെടിയുണ്ട്, കണക്കൂടുന്ന വെടിയുണ്ട്. അപ്പൊ മറ്റു നിലയിലൊക്കെ വിഷമമായി തപ്പ് ഇനി അങ്ങോട്ട് ചെല്ലുമോ എന്നുള്ളതാണ്. അതിനടുത്ത പറ്റിലുണ്ട് സ്വല്പ സുഖമായി അത് സിനിമ മാറ്റി ആഗ്രഹിക്കുക. ഏത് പാട്ടും പാടിക്കളി ഇതൊന്നും അറിയില്ല. ഏത് പാട്ടും പാടിക്കളി ഈ വാങ്ങിക്കുന്നത് അവർ കൊടുക്കുന്നു. എന്താണ് നിങ്ങൾ വിളിക്കുന്നത്? എല്ലാവരാണ് എന്താണ് എന്റെ പൊന്നു സിസ്റ്ററെ എല്ലാവരും സിസ്റ്ററിന്റെ മുമ്പിൽ ഇങ്ങനെ 5 മിനിറ്റ് ജീവിതം. അപ്പൊ അവൻ അതാ കൂടുതൽ കൂടുതൽ അതിനടുത്ത് പറ്റിയിട്ട് അവനങ്ങനെ കണ്ണും ഒക്കെ നമ്മൾ മൂടിക്കെട്ടിരിക്കുകയാണ്. അവൻ തൊട്ടടുത്ത പറ്റിയോട് തപ്പുന്നു. നീ പോയോ എല്ലാം കാണുന്നുണ്ട്. ആ നീ വാ നീ പോന്നു. ആ ഒരാഴ്ചക്ക് ലീവ് ഇപ്പൊ എടുത്തുകൊണ്ടെന്ന് പറഞ്ഞത് എനിക്ക് ഇന്നിപ്പം തന്നെ വീട്ടിൽ പോകണം. ഒരു ഹസ്തരേഖക്കാരനുണ്ട്. എന്റെ പെരുന്നോടുണ്ടോ? ഹസ്തരേഖക്കാരൻ കൊണ്ടുപോയോ? ഓടാതെ നമ്മളെന്തിനാണ് ഈ കഷ്ടപ്പാടൊക്കെ ഇവിടെ 500 കിടക്കുന്നില്ലോടാ. എല്ലാവരും പാവപ്പെട്ട കൃഷിക്കാരന്റെ മക്കളാണല്ലോടാ. ഇതെന്തുകൊണ്ടില്ലടാ അവർക്കാർക്ക് ഈ പ്രയാസമൊന്നുമില്ലടാ. ചക്രവർത്തി നമ്മുടെ മക്കളാണ്ടടാ ഇങ്ങനെ ശല്യം ചെയ്യും. അത് നമ്മൾ ദൈവത്തിന്റെ പേര് ചക്രവർത്തിയുടെ പേര് മന്ത്രപരം പറയാൻ ആഗ്രഹിക്കും. കയറി ഈ ദൈവവും ചക്രവർത്തിയും ദൈവം ഇതെന്ന് പറഞ്ഞാൽ ചക്രവർത്തി ഇവിടുത്തെ പണക്കാരിൽ പാവപ്പെട്ടതിന് അവരുടെ സാമ്രാജ്യം നിലനിർത്താൻ ഇവിടെ പറഞ്ഞുവിടും. വലിയ വീട്ടിലെ കുഞ്ഞിന്റെ വാർത്തമാരാണ്. അവന് കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവനൊന്നും അവിടെ നമ്മുടെ പാവപ്പെട്ട അങ്ങനെ ആവട്ടെ ജാതി കഴിയാൻ വേണ്ടി വരും. അപ്പുറത്തെ പാവപ്പെട്ടവർ തന്നെ തല്ലുന്നു, കൊല്ലുന്നു, ചാകുന്നു. വേറെ നമ്മൾ ഇവിടുന്ന് സുഖമായാൽ തന്നെ അവന്മാർ വിടുവോ? ഇപ്പൊ നടക്കല്ലേ, കൊണ്ടുപോകില്ലേ? എടാ ഇനി നമ്മളിവിടെ പടക്കളത്തിലെത്തിയാൽ ഏമാര് ഈ വലിയ വീട്ടിലെ കുഞ്ഞുങ്ങൾ മനസ്സ് പറഞ്ഞാൽ അനുസരിക്കരുതാ, അനുസരിക്കരുതാ. എന്നിട്ട് അവന്റെ ശരീരത്തിൽ അല്ല കൊട്ടാരത്തിൽ ചെയ്യണം. അപ്പൊ ഈ രാജ്യം നമ്മുടെ കയ്യിലിരിക്കണം. നമ്മളെന്നാണ് എല്ലാവരും വേണ്ടി ജാവണം വരുന്നത്. ഗ്രഹണിച്ച് അവർ പുതിയ അറിവായിരിക്കും. ഇത് പറഞ്ഞു കൊടുത്ത ആൾ സാധാരണ മനുഷ്യനുമല്ല, സാധാരണ പത്രമല്ല. സുഹൃത്തുക്കളെ, മഹാനായ ലെനിന്റെ ബോൾഷെവിക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മെമ്പറാണ്. മഹാനായ ലെനിൻ ഇപ്പോൾ സൈബീരിയ ഒളിവിൽ കഴിയുക, നാട് കടത്തപ്പെട്ട് അങ്ങനെ കഴിഞ്ഞു കൊടുത്തു. അവിടെ ഇതുകൊണ്ട് അദ്ദേഹം
പാർട്ടി നയിക്കുന്നു. മാത്രമല്ല പാർട്ടിയുള്ള വളരെയും ഈ പട്ടാളത്തിൽ മെമ്പർമാരെ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം തന്റെ സഖാക്കൾക്ക് നൽകുന്നുമുണ്ട്. ഈ ഉപദേശങ്ങൾ നടക്കുമ്പോൾ ജന്മത്തമ്പുരാന്റെ വീട്ടിൽ അർദ്ധരാത്രി സമയത്ത് ആ അക്സീനിയ ഉറങ്ങുന്ന ആ മുറിയുടെ മുമ്പിൽ വാതിന്റെ ഒരാൾ കത്തി വിളിക്കുന്നു. അടി ഞാനാടി നിന്റെ പ്രത്യേകമാരി അക്സീനിയ വാഴയും കള്ളി വാഴ തുറക്കപ്പെടുന്നു. ആ നമുക്ക് കിടന്നു അറിയിച്ചിട്ടുണ്ട്. എന്റെ ഭർത്താവ് എന്റെ കുട്ടി മരിച്ചതായിട്ടൊക്കെയാണ് ഞാൻ അറിയിച്ചിട്ടുണ്ട്. സങ്കടം കുട്ടി മരിച്ച സങ്കട അത് നിനക്ക് നീ പ്രസംഗിക്കാമല്ലോ അറിയാതെ. കാരണം ഞാൻ മണ്ണ് കേട്ടോ മനുഷ്യൻ നിൽക്കും മുന്നിലിറങ്ങി വന്നു. ഒരു കമ്പിളിയൊക്കെ പോയിട്ട് ഒരു മെഴുകിരിയും കത്തി ചേർത്തിട്ടുണ്ട്. കിട്ടിയെന്ന് പറഞ്ഞ് മുഴുക്ക കൂട്ടുന്നയാള് എന്നെ കൂടെ കാണിക്കണം. എന്നെ വിളിച്ചിട്ട് പോയി ഇപ്പൊ ചെന്നെ ഭാര്യ കണ്ടത്. പിന്നെ വേറെ ഇപ്പൊ എങ്ങോട്ട് പോകാത്തതാ നല്ലത്. എന്താ എങ്ങനെ പറഞ്ഞു? എന്താ അങ്ങനെ പറഞ്ഞു? ഈ പാമ്പനാണ് പാല് കൊടുക്കുക. എന്റെ കൊച്ചാനായിട്ട് കാണും. അവന്റെ കയ്യിലൊരു കൈക്കോ കൊണ്ട് കൈക്കോ അവനെ വാദിക്കത്തുന്നു എന്ന് പറഞ്ഞു. അവനെ വാതിൽ അടിച്ചു. വാതിൽ തുറക്കപ്പെട്ടു. അതിലൊരു പ്രകാശം പരന്നു. അഗ്നി കണ്ണുകാരിയ അരിക്കൂടെ വെട്ടിമുന്നില്ലേ എന്തെങ്ങനെയൊക്കെ പറയുന്നു. എവിടെ സാധനം പോലെ അമൃക്കുള്ളിൽ കിടന്നു പോളി ബഹളം ഉണ്ടാക്കി. അയാളൊന്നാക്കുണ്ടായിരുന്നില്ല. വ്യക്തിയുടെ മലബാരം പരിഗണക്കിലാ വീട് കിടക്കുന്നത് നെഞ്ചത്ത് കൈകൾ പിണക്കിലെത്തി ചുണ്ടുകൾ അമർത്തിപ്പിടിച്ചിങ്ങനെ കിടക്കുന്നത്. അവന്റെ കവളിലൂടെ കണ്ണുനീരൊഴുകും. കണ്ണുനീര് കൊണ്ട് അവൾ അവന്റെ ഭാഗത്ത് കഴിഞ്ഞു ഇറങ്ങി വരുന്നു. ഹലോ മിസ്റ്റർ ഗാരി, നീ മരിച്ചുപോയെന്നൊക്കെ കേട്ടു. സങ്കടമായി. നീ അത് രക്ഷപ്പെട്ടത് നിനക്ക് ബദലൊക്കെ കിട്ടി, സമ്മാനം കിട്ടി കേട്ടു. കമാൻഡർ എന്നൊരു കുത്തിത്തന്നോ? പിന്നെ എനിക്കെന്തെങ്കിലും കൊണ്ടുവന്നു? എനിക്കെന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. എന്തുണ്ട്? 2 കുപ്പി വിസ്കി കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടിയിലിരിപ്പുണ്ട്. നമുക്കതൊന്ന് തീർത്തുകളെ അങ്ങോട്ടൊന്ന് പോവാം. ഒരു കുതിര വണ്ടി വിട്ട് പോകുന്നവർ നാളത്തിനും പോവുക. എവിടെയാണ് വണ്ടി കഴിക്കുന്നത്? കൊച്ചാണ്ട് ആ 3 മരം വെച്ചിട്ടാണ് വണ്ടി എടുക്കുന്നത്. താഴെ ഇറങ്ങി ചേർത്തുമ്പോൾ ചാകത്തിരിക്കുകയാണ് അദ്ദേഹം. സത്യമാണ്. എന്താണ് രാണി? ഒന്നുമില്ലേ? അവരെ സീറ്റ് വെക്കേണ്ട ഒരു സാധനം കയ്യിൽ. എന്താണ് ഇത്? വിശേഷ രീതിയിലൊരു ചാട്ടമാണ്.
അറിയാനാണ് കൊച്ചമാനെ അറിയാനാണ് എടുത്താക്കിയ പോലെ കൊച്ചമാൻ അറിയാവുന്നില്ല. നിനക്കറിയാലേ തയ്ക്കുന്ന ഇതിന്റെ വിജയം നോക്ക്. ഇല്ല നോക്ക്. താഴോട്ട് പോകുന്നു വ്യക്തമാണ്. മണ്ണിട്ട് പോയി അവിടെ പാതി തുറന്നു പോയില്ലേ നാട്ടിൽ പോയല്ലോ. അയാൾ അകത്ത് കിടന്നു. അവനെ വാതിലടച്ചു. എനിക്ക് പേടിയാവുന്നു. എനിക്ക് പേടിയാവുന്നു. നല്ലത് രക്ഷണം വിളിക്കുന്നത് അവനെ തെറ്റിപ്പിക്കുന്ന വായിക്കുന്നു. അരമണിക്കൂർ നടന്നു. ചുവരെഴുതുന്ന ചാട്ടമാർന്ന് കൈനിടത്ത് വന്നു. സംഹാരത്തിന് പോലെ പ്രതികാരമൂർച്ചപ്പോലെ കൊടുങ്കാറ്റുപോലെ അല്ലാതെ കിട്ടിയില്ല. 6-7 മൈൽ അകലെ ചെല്ലുമ്പോഴാണ് കൈ ചോരയിടുന്ന ചാട്ടമാർഗം ഇരിക്കുന്ന കാര്യം മുഴുവൻ ഓർക്കുന്നത്. അവരുടെ കുഞ്ഞിക്കാട്ടിലേക്ക് വിളിച്ചു. അനുഭൂതിയാൽ അതും മരിച്ചുപോയ മകളാതിരിച്ചോ നോക്കുന്നു. മറന്ന മുമ്പിലെ ആളെ സന്തോഷമായി. കിടന്ന് മോങ്ങിയല്ലോ. എന്റെ മോൻ നാ വെക്കുന്നു. മക്കളെ നീ ചത്തൊന്നും പറഞ്ഞ അവളെ താങ്കളുടെ എന്തൊരു സാധനം ഞാൻ പറഞ്ഞു. നിന്നെ കൊല്ലാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. നിന്നെ തൊടാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. മക്കളെ നിനക്ക് ഭാഗ്യം കൊണ്ടെല്ലാം തിരിച്ചു വന്നു. ആ പെണ്ണിന്റെ പ്രാർത്ഥന ഫലിച്ചു. മോളെ അതെല്ലാം നിന്റെ പ്രാർത്ഥന ഫലിച്ചെന്ന് തന്നെ മനുഷ്യരോടാതിരിച്ചൊന്നല്ലേ സന്തോഷം അതാവെല്ലാം റെഡിയാക്കി ഞാനില്ല. എല്ലാം കോഴിയെല്ലാം നമുക്കൊന്ന് കറിയൊക്കെ വെച്ച് കൊടുത്തു കിടത്തി കൊടുത്ത് ചാപ്പാട് വച്ചു. എല്ലാവരും ഉറക്കായി. പക്ഷേ ഗ്രഹരിയുടെ മുറിക്കകത്ത് ഗ്രഹരിയുടെ കിടപ്പ് മുറിക്കകത്ത് വെളിച്ചമുണ്ട്. മർമ്മത്തില് കിടന്നെങ്കിലും ഉറങ്ങിയിട്ടില്ല. മൂപ്പിൽ പതുക്കത്ത് വിളിച്ചു. ചെറുക്കന്റെ മുറിക്കകത്ത് വെട്ടവും വിളിച്ചൊക്കെ കാണും. നീ പോയെന്ന് നോക്കിയേ. കുറെ കാലമായിട്ട് മണ്ണുറച്ചോ. നീ പോയെന്ന് നോക്ക്. അല്ലല്ലോ ഞാനല്ലോ ആ മുറിക്കകത്ത് സന്തോഷം നടക്കുന്നു. മഞ്ഞു കൊണ്ടോ ോ
നഗരയുടെ ദുഃഖമാണ് ദുഃഖം. ചിന്താ ദുഃഖത്തെ വലിയ ദുഃഖം. 7 ദിവസമാണ് സംഭാവന ജീവിതത്തിൽ ആദ്യമായി സംഭാവന നടത്തി കണ്ടു. അയാൾ പോയി യുദ്ധം നടക്കുക. 2 വർഷം കഴിഞ്ഞു. അത് ഭയങ്കരമായ യുദ്ധം. ഈ 2 വർഷത്തിൽ നിന്ന് നാട്ടിലേക്ക് ഒരുപാട് വീട്ടിൽ കമ്പി വന്നു. ഒരുപാട് വീട്ടിൽ ഇതുപോലുള്ള മരണവാസിയുമായി കമ്പിറ്റിലേക്ക് എത്തി. ആ വീടുണ്ടോ? ഗ്രഹരുടെ വീട്. സ്റ്റീഫന്റെ വീടില്ലേ? വേറെ എന്ത് കുഴപ്പമില്ല, ഭംഗിയായിട്ട് അതിന്റെ മക്കൾക്ക് ലൈഫിലുള്ള വീടാണല്ലോ. അതിനപ്പുറത്തെ വീട് സ്റ്റീഫന്റെ വീട് പൊളിച്ചു കിടക്കും, തകർന്നു കിടക്കുന്നു. ആ വീടിലെല്ലാം തകർന്നു കിടക്കുന്നു. മുറ്റത്ത് പുറത്തു കിടന്നു കിടക്കുന്നു. അനങ്ങിയും കണ്ണാടികളും ആ വീട്ടിൽ നിന്നാണ് വിശ്രമം. നിങ്ങൾ അറിഞ്ഞോ? സ്റ്റീഫൻ മരിച്ചുപോയി. ഈ ചക്രവർത്തിമാരൊക്കെ ജയിച്ചിട്ടുള്ളത് എത്രയൊക്കെ സ്ഥിരന്മാർ ഇപ്പോഴും ജനിച്ചുകൊണ്ടിരിക്കുന്നു. ഈസാനിൽ കമ്പാടിയായി ഇപ്പോഴും ഈ മിക്സന്മാര് എത്രയൊക്കെ പാവപ്പെട്ട സ്ഥീഫന്മാരെ കളിക്കൊടുത്തിരിക്കുന്നു. ഈ സാമ്രാജ്യത്തിന് എതിരായിട്ടുള്ള ശക്തിയായി പറയാൻ നമ്മുടെ രാജ്യത്തിൽ ഉണ്ടാവില്ല. യുദ്ധം നടക്കുന്നു. ഇവിടെ ഗൃഹങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ഐശ്വര്യം, അസാധ്യ ഐശ്വര്യം അറിഞ്ഞോ? ഇവിടെ പണം കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുക. വേറെ മരിച്ചില്ല, പീസ മരിച്ചില്ല. മണിയാറ് വരുന്നു, ഒപ്പത്ത് കൊടുക്കുന്നു. മർമ്മത്തിൽ പറയും ഈ കച്ചവടം കുറവാണ്, ഞാൻ നടക്കണം. മുതലാണ് ലാഭം. എപ്പോഴാണ് പോലെ നടത്തൂടാ. അതുകൊണ്ട് പറയുന്നത് കുറവാണ് നടക്കണമെന്ന്. മക്കൾ പണമായിരുന്നു. വേറെ ലാഭങ്ങളുണ്ടായി. ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നദന്റെ പ്രസവിച്ചു. നദന്റെ പ്രസവിച്ചുടൻ ഇരട്ട വെച്ചു. നമ്മുടെ ഗ്രഹറി അന്ന് ഇവിടെ ഒരു 6 ദിവസം താമസിച്ച് പോകുന്നുണ്ട്. പോയതിന്റെ 10ാം മാസത്തിൽ ഇവിടെ ഇരട്ട വെച്ചു. അതിന് മാത്രമാണ് അവരുടെ പട്ടിയും പൂച്ചയും ആടും പശു എന്നെ ഇരട്ട വെച്ചു. വല്ലാത്ത ഐശ്വര്യം. ഈ പ്രസവം തന്നെ ഇതിന്റെ അടുത്താറില്ല. തന്റെ വർഷത്തിലാണ് അങ്ങോട്ട് പോകുന്നത് ഗവൺമെന്റ് ജീവിതത്തിലേക്ക്. ഇത് കഴിഞ്ഞപ്പോൾ ക്യാമ്പാസ് കൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നു. അമ്മച്ചി വേഗണ്ട് ഇത് പറഞ്ഞില്ലല്ലോ. അമ്മ എങ്ങനെ പറയും? അച്ഛനിക്ക് നാണായിരുന്നു. അത് ഞാൻ നദിയെടുത്ത് പോയി. എവിടെ? കുറ്റിക്കാട്ടിൽ. എന്നിട്ട് എന്നിട്ട് ഞാൻ അതിനും വിളിച്ചിട്ട് ഞാനും വിളിച്ചു. കുഞ്ഞിനെ ഗ്രഹിച്ചവളപ്പനെ ജോലിക്ക് പോയി. അപ്പനെ ജോലിക്കും പോയി. അത് നമുക്ക് രീതി. നമ്മുടെ നാട്ടിലാണെങ്കിലോ ആൾക്ക് ഒരു പണിയാവുന്നു. ഒരാളും ഒരു പെണ്ണും. ഐശ്വര്യമാണ്. നാട് മുഴുവൻ എങ്കിലും ഞാൻ വിസ്തരിക്കുന്നില്ല. 1000 ഈ മകനെ തോളി വെച്ച് നടക്കും മുമ്പില് പുറത്തുമ്പത്തിന് മകൻ മുമ്പിൽ നടക്കും. മകനെ തോളി വെച്ച് നടക്കും. മുമ്പിലാണ് വലിയ ഇഷ്ടമാണ് ചെറുക്കനെ. ചെറുക്കനെ വലിയ ഇഷ്ടമാണ് മുമ്പിലാണ്. കാരണം മുമ്പിലാണ് തോളയിൽ ഇരുന്നാല് കുതിരപ്പുറത്ത് പോകുന്ന പോലെ പോവാം. മുമ്പിലോടെങ്കിലും നിന്നാൽ ഉടനെ ചെറുക്കൻ പറയും വല്യപ്പ. എന്താ കൊച്ചു പോക്കിന് ഇതാ വല്യപ്പ നാടകയില്ലേപ്പ. വല്യപ്പ ചെമ്മാടി എന്റെ തന്തോട് ഒറ്റ കാവ മോനെ നിന്റെ അച്ഛന്റെ വീട്ട് മടങ്ങ് അടിക്കണം. മോനെ വണ്ടിയല്ല പത്താളൊന്നുമില്ല. മോനെ ഞാൻ ഇന്ദിരാ മോനെ നിന്റെ അച്ഛൻ
അവസാനം അവരിൽ അല്ലല്ലപ്പാ ആര്